ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള മാസ് പപ്പായ ഇട്ട് വെന്തതിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ ദ്വീപിൽ എല്ലായിടത്തും ഇട്ട് വെന്തത് ഉണ്ടാക്കാറുണ്ട്. മാസ് ഇട്ട് വെന്തത്, കോഴി ഇട്ട് വെന്തത്, ബീഫ് ഇട്ട് വെന്തത്, അങ്ങനെ മീൻ ഇട്ട് വെന്തത്, അങ്ങനെ എല്ലാം ഇട്ടും നമ്മൾ ഇട്ട് വെന്തതെന്ന് പറഞ്ഞിട്ടുണ്ടാക്കും. പക്ഷേ ഇതിൽ നമ്മൾ പപ്പായ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഇട്ട് വെന്തത് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല രസമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പപ്പായ മാസിട്ട് വെന്ത റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇന്നൊരു 4 കപ്പ് അരിക്ക് വേണ്ട ചോറാണ് വെക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഒരു വലിയ ചെമ്പ് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 150 മില്ലി ലിറ്റർ പാം ഓയിൽ ഒഴിക്കുക. പാം ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 5 വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കുക. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ ചൂടായി, നമ്മളതിലേക്ക് സവാള ഇട്ടു. അതിനുശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, പിന്നെ 2 വലിയ ഉണ്ട ഫുള്ളായിട്ടും വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ചതച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു 5 വലിയ തക്കാളിയും ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി ഇത് യോജിപ്പിക്കുക. തക്കാളി നല്ലോണം വെന്ത് ഉടയണം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു വലിയ പപ്പായയുടെ പകുതി കുറച്ച് വലിയ പീസായിട്ട് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തീയൊക്കെ ശ്രദ്ധിക്കണം, അടിയൊന്നും കരിഞ്ഞു പോവരുത്, ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ പപ്പായ ഒന്ന് വേവണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു 2 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് പപ്പായ വേവുന്നത് വരെ നമ്മളിത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പപ്പായ നന്നായിട്ട് വേവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ 2 വലിയ കഷ്ണം മാസ്, ദ്വീപിലൊക്കെ കിട്ടും മാസ്, ഇപ്പോൾ കോഴിക്കോട് എല്ലാ ഭാഗത്തും കിട്ടാറുണ്ട്, കോഴിക്കോട് എറണാകുളത്തൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ 2 വലിയ കഷ്ണം മാസ് നമ്മൾ ഒരു മണിക്കൂർ മുമ്പേ നമ്മൾ എന്ത് ചെയ്യുക, ചെത്തുക എന്ന് പറയും, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ അത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അങ്ങനെ നല്ലവണ്ണം കുതിർന്ന മാസ് നമ്മൾ പപ്പായ ഒരു 1/4 വേവാകുമ്പോൾ നമ്മളതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി ആവശ്യത്തിന് ഉപ്പും അതേപോലെയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇത് ഇളക്കി ഇതിൻ്റെ ഉപ്പൊക്കെ മതിയോ എന്നൊക്കെ നമ്മൾ നോക്കുക. കാരണം ഇവിടെ ഇടുന്ന ഈ ഒരു ഉപ്പാണ് നമ്മൾ ചോറിലും വേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് ഇടാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 വലിയ സ്പൂൺ മുളക് പൊടിയും, എരിവില്ലാത്ത മുളക് പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക, മുളക് പൊടിയും, കൂട്ടിപ്പിടിച്ച മസാല ഒരു ഗ്ലാസ് ഫുൾ എടുക്കണം. കൂട്ടിപ്പിടിച്ച മസാല എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ ഗരം മസാല, മല്ലി, മുളകെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു മസാലയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ റെസിപ്പി അറിയില്ല, ഡീറ്റെയിൽഡ് റെസിപ്പി കൂടി ഞാൻ പിന്നെ ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ബിരിയാണി മസാല വീട്ടിലുണ്ടെങ്കിൽ അതിട്ടാലും മതി, അത് ഒരു 1/2 ഗ്ലാസ്. അപ്പോൾ 1 ഗ്ലാസ് കൂട്ടിപ്പിടിച്ച മസാലയിലേക്ക് 1/2 ഗ്ലാസ് ബിരിയാണി മസാലയും കൂടി ചേർത്ത് എല്ലാം കൂടി ഇളക്കി നല്ലോണം വെട്ടിത്തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരി ഇടാൻ പോകുന്നത്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നന്നായി ശ്രദ്ധിക്കണം, കാരണം ഇത് മസാലകളൊക്കെ ഇട്ട് നമ്മൾ വെക്കുന്ന ചോറായതുകൊണ്ട് അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തു നിന്നൊന്നും മാറാതെ തന്നെ വേണം നമ്മൾ ഈ ഒരു ചോറ് വെക്കാൻ. ഇപ്പോൾ ഇതാ നമ്മൾ കഴുകിയ വാരിയ 4 കപ്പ് അരി നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു തവ കൊണ്ട് നന്നായിട്ട് ഈ അരിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതേപോലെ താഴെ നിന്നുള്ള ഈ തീയില്ലേ, വലിയ തീയൊക്കെ ആണെങ്കിൽ അടി നന്നായിട്ട് പിടിക്കും. അപ്പോൾ അടിയിലുള്ള തീയൊക്കെ ഞാനൊരു കമ്പ് കൊണ്ട് വലിച്ച് പുറത്തിട്ടിട്ടുണ്ട്.
അപ്പോൾ ഇടയ്ക്കിടെ അതായത് ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോറിതാ ഏകദേശം ഒരു വറ്റി പരുവത്തിലാവുമ്പോൾ ഇതിലേക്ക് നമ്മളൊരു 200 ഗ്രാമോളം RKG നമ്മുടെ പശുവിൻ നെയ്യ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ. RKGൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇത് ഇടുമ്പോഴാണ് ഇഷ്ടം. അപ്പോൾ ഇതിട്ട് നോക്കുക, ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആയിട്ടും ഈ ഒരു ചോറ് ട്രൈ ചെയ്യാത്ത ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കുക. ഏത് അച്ചാറിൻ്റെ കൂടെ വേണമെങ്കിലും, സലാഡിൻ്റെ കൂടെ, തൈരിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ചോറ്. അപ്പോൾ ഇതേപോലെയുള്ള മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ്.